വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ പുനരധിവസിപ്പിക്കേണ്ട കുടുംബങ്ങളുടെ അന്തിമ പട്ടിക സർക്കാരിന് സമർപ്പിച്ചു. 417 കുടുംബങ്ങളാണ് അന്തിമ പട്ടികയിലുള്ളത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പട്ടിക സർക്കാരിന് സമർപ്പിച്ചത്. അതേസമയം പടവെട്ടിക്കുന്നും റാട്ടപ്പാടിയും അട്ടമലയും ഇത്തവണത്തെയും പട്ടികയിലും ഇല്ല. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാനാണ് നമുക്കൊപ്പം ചേരുന്നത്. ആഷിഖ്, 3 ലിസ്റ്റുകളാണ് സർക്കാർ നേരത്തെ തയ്യാറാക്കിയിരുന്നത്. ദുരന്തം നേരിട്ട് ബാധിച്ചിട്ടുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 1ാം ഘട്ട പട്ടിക, പിന്നീട് അതിന് സമീപ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2ാം ഘട്ട എ പട്ടിക, ബി പട്ടിക. ആ പട്ടിക അതേപോലെ ആവർത്തിക്കുകയായിരുന്നു സർക്കാർ ചെയ്തത്. ബില്ലിലെ നേരത്തെ തന്നെ ലിസ്റ്റ് സർക്കാർ പുറപ്പെടുവിച്ചതിലുള്ള ഒരു ആക്ഷേപങ്ങൾ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു കഴിഞ്ഞ ദിവസം മാർച്ച് 15 വരെ. ആ മാർച്ച് 15-നുള്ളിൽ 3 ഘട്ടത്തിലുള്ള ലിസ്റ്റിലും ആക്ഷേപങ്ങൾ പൂർത്തിയായതിനു ശേഷമുള്ള കണക്കാണ് 417 എന്ന് പറയുന്നത്. ഇതിൽ പക്ഷേ 100ഓളം അപ്പീലുകൾ നിലവിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് 3 ലിസ്റ്റ് ഇപ്പോൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പരിശോധിച്ച് അംഗീകരിച്ച ലിസ്റ്റാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ആദ്യഘട്ട പട്ടികയിൽ 255 കുടുംബങ്ങളും, 2ാം ഘട്ട ഫേസ് 2A ലിസ്റ്റിൽ 89 കുടുംബങ്ങളും, ഫേസ് 2B 73 കുടുംബങ്ങളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ഒഴിവാക്കിയ മുണ്ടകൈ പ്രദേശത്തെ 17 കുടുംബങ്ങളെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ലിസ്റ്റ് ഇനി സർക്കാരിന് സമർപ്പിക്കും. സർക്കാരാണ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ പടവെട്ടിക്കുന്ന്, റാട്ടാപ്പടി, അട്ടമല, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ദുരന്ത മേഖലയിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങൾ വിലയിരുത്തിയ 3 പ്രദേശങ്ങളെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ ഈ മാസം 27-നാണ് ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കുന്നത്. കൽപ്പറ്റ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ 430 കുടുംബങ്ങൾക്കാണ് നിലവിൽ അവിടെ വീട് തയ്യാറാക്കാനുള്ള സൗകര്യമുള്ളത്. ആ ഭൂമി അത്രയാണുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 417 കുടുംബങ്ങൾ നിലവിൽ അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇനി കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. 100-ലധികം അപ്പീലുകൾ നിലവിൽ തന്നെ സർക്കാരിലേക്കും ഈ DDMS സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം സമർപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാരണം 430-ൽ കൂടുതലായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നെടുമ്പാൽ എസ്റ്റേറ്റ് കൂടി എടുക്കേണ്ട സാഹചര്യം എല്ലാം വന്നേക്കും. അതുകൊണ്ട് തന്നെ 430 സർക്കാരിന്റെ സംഖ്യ. അതിലേക്ക് ഒതുക്കാനുള്ള ശ്രമം കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ലിസ്റ്റ് സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് സർക്കാരിന് മുമ്പിലാണ് തീരുമാനം എടുക്കേണ്ടത്. അതിൽ 417 കുടുംബങ്ങൾ അന്തിമ പട്ടികയിലുണ്ട്. 430 ആ ടൗൺഷിപ്പിൽ നിർമ്മിക്കാവുന്ന ഏറ്റവും കൂടുതൽ സംഖ്യ. അതുകൊണ്ട് തന്നെ കൂടുതൽ വീടുകൾ അതല്ലെങ്കിൽ കൂടുതൽ ആളുകളെ കുടുംബങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സർക്കാരിലാണ് ഇത് ചെയ്യാനുള്ളത്. സർക്കാരാണ് എന്ത് തീരുമാനം എടുക്കുന്നത് അറിയിക്കേണ്ടത്. ഓക്കെ, വ്യക്തമാണ്. ആക്ഷേപമുണ്ടായിരുന്നവർക്ക് കൂടി പരാതി നൽകാൻ പരാതികൾ കൂടി കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പട്ടികയാണെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. പുതിയ അന്തിമ പട്ടിക പ്രകാരം 417 കുടുംബങ്ങളാണ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയിൽ ഈ ഘട്ടത്തിൽ ഇടം പിടിച്ചിട്ടുള്ളതെന്ന് ആഷിഖ് റഹ്മാൻ വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു.